ഞാനിന്ന് വന്നിരിക്കുന്നത് പബ്ലിസിറ്റി നേടാൻ വേണ്ടി മീഡിയക്കാർ ചെയ്യുന്ന അതിക്രമങ്ങളെക്കുറിച്ച് ഒരു രണ്ട് വാക്ക് സംസാരിക്കാൻ. ചിലവർക്ക് ഇഷ്ടപ്പെടും, ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ലാലേട്ടൻ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞിറങ്ങിയപ്പോൾ അതിൻ്റെ പിറകെ ഓടി അത്രയും ഉദ്യോഗസ്ഥന്മാർ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ നിൽക്കുന്ന ആ സ്ഥലത്ത് പോലും അവരെയും തള്ളിമറിച്ചിട്ട് കുറേ അധികം നല്ല മീഡിയക്കാരുമുണ്ട്, മാറി ഒതുങ്ങി നിന്ന് വേണ്ട എന്ന് സാവകാശം ചിന്തിക്കുന്നവരുമുണ്ട്. ഇത് റീച്ച് കിട്ടാൻ, പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഓടി വന്നിട്ട് അദ്ദേഹത്തിനെയും മറിച്ചിട്ടാൽ വേണ്ട മോനെ, പിന്നെയാകാം മോനെ, ആ മോനെ, നല്ല മോനെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്, പുള്ളി സംസാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ കൂടി ഒരു വലിയ മൈക്കും കുത്തി കയറ്റി അദ്ദേഹത്തിൻ്റെ താടിയിൽ നോക്കി ഒരു കുത്തു വെച്ച് കൊടുത്തു. ഇത് ചെയ്യുന്നത് ശരിയാണോ എന്നറിയാനാണ് എൻ്റെ ഇപ്പോഴത്തെ ചോദ്യം. ഈ മീഡിയക്കാർ എത്രയോ കഷ്ടപ്പെടുന്ന ആശാവർക്കർമാർ ഒരു മാസം അടുത്തായി സെക്രട്ടേറിയറ്റിൻ്റെ മുൻപിൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് സമരം ചെയ്യുന്നു. നിങ്ങൾക്കൊക്കെ അങ്ങോട്ട് പോയിക്കൂടെ? പാലിയേറ്റ് കെയറിൽ എത്രയോ വൃദ്ധന്മാർ കൊണ്ടുവന്ന് തള്ളിയിടുന്നു. വൃദ്ധ ദമ്പതികളെയും വൃദ്ധന്മാരെയും സ്ത്രീകളെയും പുരുഷന്മാരെയും തള്ളിയിടുന്നു. റോഡിൽ അനാഥരായി കിടക്കുന്ന ഒത്തിരി പേർ, അവരുടെ മുന്നിലേക്ക് നിങ്ങൾക്ക് അമ്മായിക്കും കൊണ്ട് പോക്കൂടെ? പിന്നെ 2 കുട്ടികളെ ഈ അടുത്ത ദിവസം ഒരു കൊച്ചു പെൺകുട്ടി അവിഹിതം ഗർഭം ധരിച്ചിട്ട് അതിനെ കുഴിച്ചു മൂടി, അതിനെ എല്ലും പൊക്കി കാമുകൻ പോലീസ് സ്റ്റേഷനിൽ പോയി. നിങ്ങളിതൊന്നും കണ്ടില്ലേ? ഇതൊക്കെ നിങ്ങൾക്ക് വാർത്തയാക്കിക്കൂടെ? ഈ സിനിമാക്കാർ ഒരു പടത്തിൽ അഭിനയിച്ചതായിരിക്കും, ഒരു മുഖം ഒന്ന് കാണിച്ചിട്ടുണ്ടാവും, ചിലപ്പം നിഴലായിരിക്കും. അവരെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ പുറകെ പോകും. ഫിലിം റിവ്യൂ പറയുന്ന കുറേ വലിയ ആൾക്കാരുണ്ട് ഇപ്പം. അവന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഈച്ച പൊതിയണ പോലെ പൊതിഞ്ഞ് അവന്മാരുടെ വായിരിക്കണം കിട്ടും. ഒരു പണിയും കൂലിയും വേലയില്ലാതെ നടക്കുന്നവന്മാരാ. അവന്മാരുടെ അണ്ണാക്കിലോട്ട് നിങ്ങൾ ഈ സാധനവും വെച്ചുകൊണ്ട് ചെല്ലും. എന്നിട്ട് ഒരു നല്ലൊരു ഫിലിം ഉണ്ടാക്കാനായിട്ട് കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി, വീട് പണയം വെച്ചും പറമ്പ് പണയം വെച്ചും കെട്ടിയാളുടെ താലിമാല വെച്ചും സിനിമ പിടിക്കുന്ന, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷോർട്ട് ഫിലിം പിടിക്കുന്ന അവരുടെ ചോറിൽ മണ്ണും വാരിയിട്ടിട്ട് ഇവന്മാർ അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നുണ്ട്. ചിലപ്പോൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഇതൊന്നും അത്ര നല്ലതിനല്ല. അപ്പോൾ ഈ മീഡിയക്കാർ നല്ലതും ചീത്തതും മനസ്സിലാക്കിയിട്ട് വേണം ഇതുപോലെയുള്ള അതിക്രമങ്ങൾ ചെയ്യാനായിട്ട്. ആ മനുഷ്യൻ, മോഹൻലാൽ എന്ന് പറഞ്ഞൊരു മനുഷ്യൻ നല്ല വ്യക്തിത്വമുള്ളൊരു മനുഷ്യനായതുകൊണ്ട് എന്താ മോനെ, വേണ്ട മോനെ എന്ന് പറഞ്ഞു പോയി. പകരം ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ഒരു നിമിഷം നിങ്ങൾ ആലോചിച്ചിട്ട് നിങ്ങൾ മയക്കും കൊണ്ട് ഇതുപോലെ മരണ വീടുകളിലേക്ക്, അത് മരണ വീടുകളെന്ന് പറഞ്ഞാൽ സാധാരണ അവർ മരിച്ചാലൊന്നും ഒരു പട്ടിക്കുഞ്ഞും തിരിഞ്ഞു നോക്കാനുണ്ടാവില്ല. ഇതുപോലെ സിനിമാക്കാരുടെ വീട്ടിൽ മരണം. കഴിഞ്ഞ ദിവസം കാവ്യ മാധവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ ഒരു കുഞ്ഞിനെ അവരകത്തേക്ക് കയറ്റിയില്ല. എന്തുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവിടെ നിന്ന് അവർ പടത്തിൽ അഭിനയിച്ച ഓരോ സീൻസുകൾ, കരയുന്ന സീൻസ്, അവർ ഇമോഷണലായിട്ടിരിക്കുന്ന സീൻസൊക്കെ എടുത്തിട്ട് നിങ്ങൾ വേണ്ടാത്തതും വേണ്ടുന്നതും, അയ്യോ മുടി പോലും കെട്ടാതെ കാവ്യ മാധവൻ ഇരിക്കുന്നു, ഡ്രസ്സ് പോലും നോക്കാതെ കാവ്യ മാധവൻ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ. അതൊന്നും ശരിയായ നടപടിയാണോന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ച് നോക്കുക. ഇത്രേ പറയാനുള്ളൂ. ഓക്കെ.